ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ആഗോള കത്തോലിക്ക സഭ ജോൺ ബോസ്കോ പുണ്യവാന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ജോൺ ബോസ്കോ എന്നും പറയും, ഡോൺ ബോസ്കോ എന്നും പറയും. ഇറ്റലിയിലെ ടൂറിനിൽ ഒരു ദരിദ്ര കുടുംബത്തിലാണ് ജനനം. ടൂറിൻ പ്രശസ്തമാണേ. ഈശോയുടെ തിരുശരീരം പൊതിഞ്ഞ തിരുക്കച്ച ഇന്നും സൂക്ഷിക്കപ്പെടുന്നത് ടൂറിനിലാണ്. പിതാവ് ഫ്രാൻസിസ് ബോസ്കോ കുഞ്ഞിന് 2 വയസ്സുള്ളപ്പോഴേ മരിച്ചുപോയി. അമ്മ മാർഗരറ്റ് ബോസ്കോ കുഞ്ഞിനെ വചനവഴിയിൽ, ദൈവവഴിയിൽ വളർത്തി. 9 വയസ്സുള്ളപ്പോൾ ജോൺ ഒരു സ്വപ്നം കണ്ടു. ജോണിന് ചുറ്റും നിരവധി കുട്ടികൾ. ഈ കുട്ടികളെക്കൊന്ന് പഠിപ്പിക്കുക എന്ന് ഒരു ദൈവപുരുഷൻ അവനോട് പറയുന്നു. സുന്ദരിയായ ഒരു സ്ത്രീ കൂടെയുണ്ട്. അമ്മയോട് ജോൺ പറഞ്ഞു സ്വപ്നത്തെക്കുറിച്ച്. അമ്മ പറഞ്ഞു, മോനെ, നീ ഒരു വൈദികനാകും എന്ന സൂചന ദൈവം നിനക്ക് നൽകിയതാണ്. വൈദികനായി ജോൺ. കുട്ടികൾക്കായി ജോൺ ഒരു ഭവനവും തുടങ്ങി. 2 മാസം കൊണ്ട് 80 കുട്ടികൾ ജോൺ ബോസ്കോ അച്ഛന്റെ കുട്ടികളുടെ ഭവനത്തിൽ ചേർന്നു. തെരുവ് തണ്ടികളെ മര്യാദക്കാരും ദൈവഭക്തരുമാക്കി മാറ്റുന്ന ഒരു വലിയ ഉത്തരവാദിത്വം ജോൺ അങ്ങനെ നിർവഹിച്ചു പോകുന്നു. ഫാദർ ജോൺ 1854 ജൂൺ 26 സലേഷ്യൻ സഭ സ്ഥാപിച്ചു. 21 വർഷങ്ങൾക്ക് ശേഷം സ്ത്രീകൾക്കായുള്ള സലേഷ്യൻ സഭയും സ്ഥാപിതമായി. ജോൺ ബോസ്കോ മരിക്കുമ്പോൾ 786 അംഗങ്ങളാണ് ഈ സലേഷ്യൻ സഭയിൽ ഉണ്ടായിരുന്നത്. ഇന്ന് ലോകമാസകലം പടർന്ന് പന്തലിച്ച് ലക്ഷക്കണക്കിന് അംഗങ്ങളുള്ള വലിയ സഭയാണ് സലേഷ്യൻ സഭ. ഫാദർ ജോൺ ഒരു തൊഴിലാളി സ്നേഹിയായിരുന്നു. വർഷത്തിൽ 15 ദിവസം ശമ്പളത്തോടുകൂടിയ അവധി തൊഴിലാളികൾക്ക് നൽകണമെന്ന് അദ്ദേഹം മുതലാളിമാരെ നിർബന്ധിച്ചു. കാർൽ മാർക്സ് അന്ന് ദാസ് ക്യാപിറ്റൽ എഴുതിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. 1888 ജനുവരി 31 72-ാം വയസ്സിൽ ജോൺ ബോസ്കോ അച്ഛൻ മരിച്ചു. തളർവാദ രോഗിയായിട്ടാണ് മരിച്ചത്. വലിയ മര്യഭക്തനായിരുന്നു. മാതാവിലൂടെ ഈശോയിലേക്ക് നടന്നു കയറിയ വിശുദ്ധൻ. നമുക്ക് ഈ വിശുദ്ധനെ അനുകരിക്കാം, നന്മകൾ സ്വീകരിക്കാം. ആമേൻ.